പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് മേരി ജെയിൻ. ഞാൻ വാടക്കയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ജനുവരിയിലാണ് ആദ്യമായല്ല രണ്ടാമത്തെ ഉടമ്പടി. ആദ്യം ഞങ്ങൾ ഒരു ഉടമ്പടി എടുത്തിരുന്നു, അത് റിമാർക്കായി പോയി. അതിനുശേഷം ഞാൻ 2018 ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ എന്തെല്ലാം നിയോഗങ്ങൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. അത് ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ സാധിച്ചു എന്നതിലല്ല എനിക്കേറെ സന്തോഷം. അവൻ പറയുന്നത് പോലെ ചെയ്ത് നമ്മൾ ഉടമ്പടി പുതുക്കും തോറും നമ്മൾ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇന്നിപ്പോഴും ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്, ഈ കഴിഞ്ഞ 2 ആഴ്ച കാലം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം അമ്മ തന്നു എന്ന് വെച്ചാൽ, എൻ്റെ അനിയത്തിയുടെ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ അനിയത്തിയുടെ രോഗസൗഖ്യം വെച്ചിരുന്നു. അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും, ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളും കുടുംബസമാധാനമില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു അവൾക്ക് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ രോഗസൗഖ്യം വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പ്രധാനമായും അവളുടെ രോഗസൗഖ്യത്തിൽ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഓർത്തിരുന്നത്, അവളുടെ വായിൽ 1.5 വർഷത്തോളം പഴക്കമുള്ള ഒരു മുറിവുണ്ടായിരുന്നു. അത് ഒരു 10 ഡോക്ടർമാരോളം കാണിച്ചിട്ട് അവൾ ബയോപ്സി എടുക്കാൻ പറയുമ്പോൾ അവൾ വീട്ടിലിങ്ങി പോരും. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേന് ഞാനത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അതോർത്താണ് ഞാൻ ഉടമ്പടി വെച്ചത്. അത് ഞാൻ ചെന്ന് ഒലിവെണ്ണ ഇട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അതിന് സൗഖ്യം കിട്ടി. പക്ഷേ അതിലും വലിയൊരു കാര്യം അവൾക്കുണ്ടായിരുന്നു, അവളുടെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായിരുന്നിട്ട് ഞാനത് ഓർത്തില്ല. പക്ഷേ മാതാവ് അത് ഓർത്തു. അവളെ കൊണ്ട് കഴിഞ്ഞ മാസം ഹോസ്പിറ്റലിൽ സർജനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് 4 ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞത് ക്യാൻസറാണ്, എത്രയും പെട്ടെന്ന് പ്രത്യാശയിലോ അമൃതയിലോ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കുടുംബത്തിലെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, ഈശോയും മാതാവും ഉണ്ട്. കാര്യം എന്നെ നയിക്കുന്ന ദൈവം എനിക്കറിയാം. കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമതയും പ്രയാസവും കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ അമ്മയും ഈശോയും എന്നെ എപ്പോഴും താങ്ങി നിർത്തുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വേദന കൂടി വരുന്ന സമയത്ത് എൻ്റെ ഈശോ എന്നെ തോളിലെടുക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു ഇവൾക്ക് സൗഖ്യം കിട്ടുമെന്ന്. അഥവാ എന്തെങ്കിലും ഒരു വേദന തന്നാൽ തന്നെ അത് ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനുള്ളതാണെന്ന് ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എന്നിട്ട് ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് ബ്രസ്റ്റിനും മുതുകത്തും കൈക്കുമൊക്കെ അവൾക്ക് ക്യാൻസറിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം ഇട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് അവൾ ചെക്കപ്പിന് പോയി മാമോഗ്രാം എടുത്തു കഴിഞ്ഞപ്പോഴും പറഞ്ഞു അത് ക്യാൻസറാണ്. അപ്പോൾ ഇവളങ്ങ് ശരിക്കും അങ്ങ് കരയാൻ തുടങ്ങിയപ്പോഴത്തേന് ഇപ്പം ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതിന് മുൻപ് പല പ്രാവശ്യം ഞാൻ ഇവളുടെ പറഞ്ഞു ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതറിഞ്ഞ നിമിഷം അവൾ ഓടി വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി കാശ് രൂപം കൊണ്ട് അവൾ അമൃതയിൽ മാമോഗ്രാം കഴിഞ്ഞതിന് ശേഷം സ്കാനിങ്ങിന് കിടക്കുമ്പോഴത്തേന് 2 കണ്ണും അവൾ നിറഞ്ഞൊഴുകുകയാണെന്ന് പറഞ്ഞു. അവൾ എന്നിട്ട് ആ ഉടമ്പടി കാശിനും കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു. ഞാൻ ആ സമയം വീട്ടിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ ഇങ്ങനെ 2 കണ്ണും അവൾക്ക് ഇങ്ങനെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു അനുഭവമാണ് അവൾക്കുണ്ടായത്. അത് കഴിഞ്ഞിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ മാമോഗ്രാമിൻ്റെ റിസൾട്ടും സ്കാനിങ്ങിൻ്റെ റിസൾട്ടും കൂടെ ഡോക്ടറിന് ഭയങ്കര വ്യത്യാസം. അവൾ പറയാം, ആ ഒരു 20 മിനിറ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വന്നപ്പോഴത്തേന് അവളുടെ ക്യാൻസർ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അവൾക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി. ആ 1.5 വർഷം പഴക്കമുള്ള മുറിവിന് സൗഖ്യം കിട്ടി. ഇതിനൊക്കെ മുൻപേ അവളൊരു 3 വർഷം മുൻപ് അവൾക്ക് ബ്ലഡ് ക്യാൻസറാണ്, ബോൺ മാരോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക്. വ്യാഴാഴ്ച ബോൺമാരോയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞിരുന്നത്. ഞാനിവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവളെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വ്യാഴാഴ്ച അഡ്മിറ്റ് ആയതിനു ശേഷം അവൾക്ക് ബ്ലഡ് കയറ്റിയിട്ട് വേറെ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല എന്ന് പറഞ്ഞു വിട്ടു. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ ഒരു മാതാവിൻ്റെ ഭയങ്കര വലിയൊരു സാക്ഷിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ 23ാമത്തെ വയസ്സിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക്, 33ാമത്തെ വയസ്സിൽ തൈറോയ്ഡ് ക്യാൻസർ, 43ാമത്തെ വയസ്സിൽ ഗർഭാശയ ക്യാൻസർ, ഓവറി, ട്യൂബ്, വയറ്റിലുള്ള ഒരുവിധം ഭേദപ്പെട്ട അവയവങ്ങളെല്ലാം നീക്കം ചെയ്തു, തൊണ്ടയിലുള്ള ഗ്ലാൻഡുകൾ നീക്കം ചെയ്തു. അങ്ങനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും എടുത്തു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ ഇന്ന് എല്ലാ ആരോഗ്യമുള്ള വ്യക്തികളെക്കാൾ നന്നായിട്ടാണ് എൻ്റെ ഈശോയും അമ്മയും എന്നെ കൊണ്ട് നടക്കുന്നത്. ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായത്തിൽ 30-31 തിരുവചനങ്ങൾ പറയും, യുവജനങ്ങൾ തളർന്നു വീണേക്കാം, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ശക്തി ആർജിക്കും. അവൻ ചിറകടിച്ചുയരും,
അങ്ങനെ ഒരു ജീവിതാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൂടാതെ എൻ്റെ മകളുടെ കണ്ണൂർ BSc നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അവളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എക്സാം ഭയങ്കര പാടായിരുന്നു. എല്ലാവരും എക്സാം കഴിഞ്ഞ് ഭയങ്കര കരച്ചിൽ. അവൾ മെഡൽ പിടിച്ചിട്ടാണ് എക്സാം എഴുതിയത്. അവൾ മാത്രം ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നു. പോന്നു കഴിഞ്ഞപ്പോഴത്തേന് അവളുടെ കൂട്ടുകാരെല്ലാം വിളിച്ചു പറഞ്ഞു, അമ്മേ മരിയയ്ക്ക് മാത്രമേ എന്താ അമ്മ ഇത്ര തൻ്റെ ഇടം, ഞങ്ങളെല്ലാവരും കരഞ്ഞു പോയമ്മേ, അമ്മ എന്താ അമ്മേ. ഞാൻ പറഞ്ഞു, അവളുടെ കൂടെ മാതാവുണ്ട്, നിങ്ങളുടെ കൂടെയും മാതാവ് വരും, സങ്കീർത്തകനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തോറ്റുപോകുമെന്ന് പറഞ്ഞ കുട്ടികളെല്ലാം, ഒരു കുട്ടിയല്ലാത്ത ബാക്കി എല്ലാവരും എക്സാം പാസ്സായി. ഞാൻ പറയാം, എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുള്ള ഒരുപാട് സഹന വഴികളിലൂടെ. പക്ഷേ ആ സഹനങ്ങൾ സ്വീകരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ സഹനം കൂടുമ്പോൾ നമ്മുടെ ഈശോയില്ലേ, കൈ പിടിച്ച് നടത്തുന്ന ഈശോ നമ്മളെ പൊക്കി തോളിലെടുത്തുകൊണ്ട് നടക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു സങ്കടവും നമുക്കുണ്ടാവില്ല. നമ്മളെ സങ്കടങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും. സത്യം പറഞ്ഞാലും എത്ര ഇതാണെന്ന് പറയാൻ എനിക്കൊരു ക്ഷീണം തോന്നാറില്ല. പരിശുദ്ധ കുർബാന മുടക്കുന്ന ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. ഒരുപാട് കോടാനുകോടി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ തന്നു. അതോടൊപ്പം ഇപ്പം ഈ 2 ആഴ്ച കൊണ്ട് എൻ്റെ അനിയത്തിയുടെ രോഗസൗഖ്യവും. ഞാനിവിടെ ഒരു 2003 മുതൽ ഞാൻ ഇവിടെ വരുന്നതാണ്. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ, മിക്കവാറും തന്നെ ഞാനിവിടെ ഉണ്ടാവും. മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.